ഇന്ന് ഞാൻ ഒരു വെറൈറ്റി മുന്തിരി ജ്യൂസ് പറഞ്ഞു തരട്ടെ. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുന്തിരി നല്ല ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മുന്തിരി നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് തള വരുമ്പോഴത്തേന് തന്നെ നല്ലോണം കളറാവുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. എനിക്കിത് പറഞ്ഞത് എൻ്റെ അമ്മച്ചി കേട്ടോ. അമ്മച്ചി ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പെട്ടെന്നാണ് മുന്തിരി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യണേ. നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ല, നല്ല കളറായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ ചൂടാറിന് വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം സമയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിക്കാം കേട്ടോ. പിന്നൊക്കെ ഇങ്ങനെ സാധാ ജ്യൂസ് അടിക്കുന്ന മാതിരി ആകെപ്പാടി മുന്തിരി വേവിച്ചെടുക്കുന്നത് മാത്രമായിട്ടാണ് പുതിയൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ, ഒരുപാട് നേരിട്ടിട്ടൊന്നും മിക്സിയിൽ അടിക്കണ കാരണം വേവിച്ചതാണല്ലോ. പിന്നെ മുന്തിരി ജ്യൂസിന് നല്ല കളറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് പഞ്ചസാര ഇടണേ. വേറെ ഒന്നല്ല, നന്നായി വെന്ത മുന്തിരിയാണല്ലോ, അപ്പോൾ ചിലപ്പോൾ അധികം നേരം അടിക്കേണ്ടപ്പോൾ പഞ്ചസാര അലിയാണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പഞ്ചസാരയൊക്കെ ഇട്ടെ. എന്തായാലും സംഭവം നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. കുടിച്ചപ്പോഴുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വെറുതെ പറയില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. സാധാ മുന്തിരി ജ്യൂസിനെക്കാട്ടും ഇങ്ങനെ അടിക്കുമ്പോൾ സൂപ്പറാണ്. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അയ്യേ പുളി എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കുന്നതാണ്. കുറച്ച് പുളി ഉണ്ടായിരുന്നു, നമ്മൾ ഇത്തിരി മധുരം കൂടുതൽ ഇട്ടാൽ മതിട്ട്. എന്തായാലും സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മുന്തിരി ജ്യൂസ് അടിച്ചു നോക്കണം കേട്ടോ. ഒരു വട്ടം അടിച്ചു നോക്കി പിന്നെ നിങ്ങൾ എന്തായാലും ഇങ്ങനെ അടിച്ചു നോക്കുള്ളൂ. അപ്പോൾ പിന്നെ വരാം. ടാറ്റ ബൈ, സീ യു.